Dibaktan. Wala na kali subot tawag ko na kumang saya dibaktan. Arado. എന്ത് മനോഹരമായ കാഴ്ചയാണല്ലേ. മുസ്ലിം ലീഗ് നിർമ്മിച്ച് നൽകിയ 51 വീടിന്റെ വീട്ടുകൂടലാണ്, അതിന്റെ ചടങ്ങാണ്. അതിൽ മുസ്ലിം ഉണ്ട്, മുസ്ലിം ഉണ്ട്, ഒക്കെ ഉണ്ട്. ജാതി മത വ്യത്യാസമില്ലാതെ 105 ഭവനങ്ങളാണ് മുസ്ലിം ലീഗ് പിരിച്ച തുകയിൽ നിന്ന് എടുത്തു കൊടുക്കുന്നത്. അതിൽ 51 വീടിന്റെ ഉദ്ഘാടനമാണ് കഴിഞ്ഞ ദിവസം നടന്നത്. അതാണ് 2 ദിവസമായിട്ട് സോഷ്യൽ മീഡിയ നിറയെയുള്ള ചർച്ച. അത് ചർച്ച ചെയ്യപ്പെടാൻ കാരണം ആ വീടിന്റെ നിർമ്മാണം കണ്ട ഏതൊരാളുടെയും കണ്ണ് നിറഞ്ഞു പോകും. മനസ്സും ശരീരവും ഒരുപോലെ സന്തോഷിക്കുന്ന അത്രയും മനോഹരമായ കാഴ്ച. ഞങ്ങൾ ആ വീടിന്റെ വൃത്തിയൊന്ന് നോക്കിയാൽ, ആ വീടിന്റെ പൂർണ്ണ രൂപം നോക്കിയാൽ 2-3 മുറികളുണ്ടത്. എല്ലാവിധ സൗകര്യത്തോടുകൂടി ഫർണിച്ചറുകളടക്കം. അതിൽ പ്രത്യേകം ഞാൻ നോട്ട് ചെയ്തൊരു വിഷയമുണ്ട്. ആ മുസ്ലിങ്ങളായ ആൾക്കാരുടെ വീട്ടിൽ പൂജാമുറിക്കുള്ള ആ ഒരു സംവിധാനം വരെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഞാൻ വെല്ലുവിളിക്കാണ്. ഞാനൊരു കാര്യം ചോദിക്കോട്, ഈ വെള്ളാപ്പന്നി നടേശനെ പോലെയുള്ള PC ജോർജിനെ പോലെയുള്ള തീവ്രവാദികൾ, കടുത്ത ഇസ്ലാം മുസ്ലിം വിരോധം പറയുന്ന ആൾക്കാർ, അതുപോലെ പ്രതീഷ് വിശ്വനാഥ്, അഡ്വക്കേറ്റ് കൃഷ്ണരാജിനെ പോലെയുള്ള തീവ്ര ഹിന്ദുത്വവാദികൾ, പിന്നെ ഈ തീവ്ര ഹിന്ദുത്വവാദികളുടെ കയ്യിൽ നിന്ന് ഫണ്ട് കെട്ടിയിട്ട് നക്കി ജീവിക്കുന്ന ആരിഫ് ഹുസൈനെ പോലെയുള്ള, ഒരു ഫസൽ കാരാട്ടിനെ പോലെയുള്ള, ജാനത ടീച്ചറെ പോലെയുള്ള ഫണ്ട് മോഹിച്ചുകൊണ്ട് മുസ്ലിം വിരോധം പറയാനും പ്രസംഗിക്കാനും അതിനുവേണ്ടി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമും ഉപയോഗിക്കുന്ന ഇതുപോലുള്ള എല്ലാ മുക്കൂട്ട് മുന്നണികളും, മുള്ളുമുരിക്ക് മൂർക്കമ്പാമ്പ് മുതലുള്ള എല്ലാ സകല മുസ്ലിം വർഗീയത മനസ്സിൽ മാത്രം കുത്തി നിറച്ചു നിൽക്കുന്ന എല്ലാ വിഷപ്പാമ്പുകളും ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലെ പ്രവർത്തനം കാണിച്ചു കൊടുക്കാൻ പറ്റിയ സമൂഹത്തിന് നിങ്ങളെ കൊണ്ട് പറ്റോ? പറ്റത്തില്ല. നിങ്ങളെ കൊണ്ട് പറ്റുന്നത് ഈ നാട്ടിലെ സേവനം ചെയ്യുന്ന, ഈ രാജ്യത്തെ ജനങ്ങളെ എല്ലാവരെയും ഒരേ കണ്ണുകൊണ്ട് കണ്ടിട്ട്, രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തനമാണെങ്കിൽ ഒരു ഭാഗത്ത്, മതസംഘടനകളുടെ പ്രവർത്തനമാണെങ്കിൽ ആ രീതിയിൽ ഈ സമൂഹത്തിന് വേണ്ടി സേവനം ചെയ്യുന്ന ഈ നാടിന്റെ സമ്പത്തായ മുസ്ലിം സമൂഹത്തെ നിങ്ങൾ ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പിക്കാനും വർഗീയവൽക്കരിച്ചുകൊണ്ട് വോട്ട് ബാങ്കിന് വേണ്ടിയിട്ട് ഈ സമൂഹത്തെ ഈ രാജ്യത്ത് നിന്ന് ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്കെതിരെ ഇല്ലാത്ത പ്രചരണങ്ങൾ ഉണ്ടാക്കുന്ന തെമ്മാടി കൂട്ടങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ ഇതേപോലുള്ള പ്രവർത്തനം നിങ്ങൾക്ക് സാധിച്ചു കൊടുക്കാൻ പറ്റുമോ? കഴിഞ്ഞ 1.5 മാസം മുമ്പ് ബഹുമാനപ്പെട്ട കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ കീഴിൽ അദ്ദേഹത്തിന്റെ പാടന്തര ജുമാ മസ്ജിദ് എന്ന് പറയുന്ന നീലഗിരിയുള്ള സ്ഥാപനത്തിൽ വെച്ചിട്ട് 850 പെൺകുട്ടികൾക്ക്, 850 പേർക്ക് സമൂഹ വിവാഹം നടത്തിയിട്ടുണ്ട്. അതിൽ ഹിന്ദു ഉണ്ട്, മുസ്ലിമാനുണ്ട്, ഒക്കെ ഉണ്ട്. മുസ്ലിമിന്റെ ചടങ്ങും ഹിന്ദുവിന്റെ ആചാരപ്രകാരം ചടങ്ങും നടത്തിയിട്ടാണ് ആ സമൂഹ വിവാഹം നടന്നിട്ടുള്ളത്. അതുപോലെ തന്നെ കേരളത്തിലെ പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയായ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി നടത്തിയ ഈ പറയുന്ന ഭവന നിർമ്മാണത്തിൽ അതിന്റെ കുടിയലിന്റെ അന്ന് മുസ്ലിമിന്റെ വീട്ടിൽ മുസ്ലിം കയറുമ്പോൾ മുസ്ലിം ആചാരപ്രകാരവും, ഹിന്ദുവിന്റെ വീട്ടിൽ ഹിന്ദു കയറുമ്പോൾ ഹിന്ദു ആചാരപ്രകാരവും ആ മനോഹരമായ കാഴ്ച കേരള സ്റ്റോറി നമുക്ക് മുമ്പിൽ കാണിച്ചു തന്നിട്ടുണ്ടെങ്കിൽ ഈ നാട്ടിലെ മുസ്ലിം സമൂഹം ഈ രാജ്യത്തിനും ഈ സമൂഹത്തിനും ചെയ്യുന്ന സേവനത്തെ കുറിച്ച് നിങ്ങൾ കണ്ണടക്കരുത്. നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇവിടെ ചെറിയ ഏതെങ്കിലും കോഴിക്കോട് എയർപോർട്ടിലോ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരുത്തൻ സ്വർണം കടത്തിയിട്ട് പിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ അതൊരു അറബി പേരാണെങ്കിൽ, ഏതെങ്കിലും ഒരു തെമ്മാടി എന്തെങ്കിലും തെമ്മാട്ടം ചെയ്തിട്ട് പിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ അതൊരു മുസ്ലിം നാമധാരിയാണെങ്കിൽ ഇവിടുത്തെ മുസ്ലിം സമൂഹത്തെ മൊത്തം അധിക്ഷേപിക്കാനും കുറ്റപ്പെടുത്താനും, എന്തിനേറെ ഒരു അപകടം നടന്നിട്ട് 4-5 പേര് മരണപ്പെട്ടപ്പം അതിൽ പോലും സന്തോഷിക്കുന്ന തെമ്മാടി കൂട്ടങ്ങളോടാണ് പറയാനുള്ളത്. നിങ്ങൾക്ക് അളന്ന് തീർക്കാൻ പറ്റില്ല ഈ സമൂഹം ഈ മുസ്ലിം സമൂഹം ഈ രാജ്യത്തോടും ഈ സമൂഹത്തോടും ചെയ്ത സേവനങ്ങൾ. ഞാനേ ChatGPT ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി, ഒന്ന് വായിച്ചു നോക്ക്. ഹൈന്ദവ സംഘടനകളോ BJPയോ എത്രയെങ്കിലും വീട് നിർമ്മിച്ചിട്ടുണ്ടോ? അതിനുള്ള മറുപടി തന്നതാ. വയനാട് ദുരന്തത്തിന് ശേഷം വിവിധ സംഘടനകളും വ്യക്തികളും സഹായ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. എന്നാൽ ഹൈന്ദവ സംഘടനകളോ അല്ലെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടി BJPയോ മുസ്ലിം ലീഗ് പോലെ വീടുകൾ നിർമ്മിച്ച് ഔദ്യോഗികമായി എത്ര വീടുകൾ കൈമാറിയെന്ന് വ്യക്തമാക്കുന്ന വലിയ സംഖ്യയുള്ള രേഖകൾ നിലവിൽ പുറത്തു വന്നിട്ടില്ല. എങ്ങനെ പുറത്തു വരാൻ? ഉണ്ടെങ്കിലല്ലേ പുറത്തു വരുത്ത്. അവർക്ക് അതിന് സമയമുണ്ടോ? അവർക്ക് മുസ്ലിങ്ങൾ വിൽക്കുന്ന ഭക്ഷണത്തിൽ തൊപ്പിയിട്ടാണ് വിൽക്കുന്നതെന്ന് പ്രചരിപ്പിക്കാനല്ലേ സമയം? അവർ മുസ്ലിങ്ങൾ നടത്തുന്ന റെസ്റ്റോറന്റ് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഫണ്ട് വരുന്നെന്ന് പറഞ്ഞിട്ട് കേന്ദ്ര ഏജൻസിക്ക് പരാതി കൊടുത്തിട്ട് അത് പൂട്ടിക്കാനല്ലേ അവർക്ക് സമയം? അവർക്ക് വേറെ എന്തിനാ സമയം? അവരുടെ സമയവും അവരുടെ ഊർജവും അവരുടെ എല്ലാം അവർ വിനിയോഗിക്കുന്നത് ഇതിനു വേണ്ടി മാത്രമാണ്. നിങ്ങൾ ഇമാതിരി തെമ്മാത്രങ്ങൾ ചെയ്യുമ്പോൾ ഇവിടുത്തെ മുസ്ലിം സമൂഹം ഈ രാജ്യത്തിനും ഈ രാജ്യത്തെ ജനങ്ങൾക്കും വേണ്ടി സേവനം ചെയ്യുക, അതിന്റെ ഉത്തമ മാതൃകയാണ് കഴിഞ്ഞ ദിവസം മുസ്ലിം ലീഗ് കാണിച്ചു കൊടുത്തിട്ടുള്ളത്. 1.5 മാസം മുമ്പ് പാണന്തര മർക്കസിൽ വെച്ച് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിന് കീഴിലുള്ള സമൂഹ വിവാഹം, അവിടെയും ജാതിയും മതവും ഉണ്ടായിട്ടില്ല. ജാതിയും മതവും പറഞ്ഞ സമൂഹത്തെ ഭിന്നിപ്പിക്കുന്നത് നിങ്ങൾ തന്നെയാണ്. സംഘികള് അവരിൽ നിന്ന് ഫണ്ട് വാങ്ങിയിട്ട് അവരുടെ അച്ചാരം വാങ്ങി നിൽക്കുന്ന ജാനത ടീച്ചറെ പോലുള്ള, ആരിഫ് ഹുസൈനെ പോലുള്ള ആളുകൾ, ഇവർക്കൊന്നും നിർമ്മിച്ചു കൊടുക്കാൻ സാധിക്കില്ല. ഇവർക്ക് സമൂഹത്തിനൊന്നും ചെയ്തു കൊടുക്കാൻ സാധിക്കില്ല. ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതും ഇവരൊക്കെ ഈ നാട്ടിൽ നിന്ന് തുടച്ചു നീക്കാൻ ആഗ്രഹിക്കുന്ന തീവ്രവാദികളും വർഗീയവാദികളുമാക്കാൻ
മൈക്ക് കെട്ടി പ്രസംഗിക്കുന്ന PC ജോർജിനെ പോലുള്ള, വെള്ളാപ്പന്നി നടേശനെ പോലുള്ള, ഷോൺ ജോർജിനെ പോലുള്ള ആളുകൾക്ക് ഇതൊക്കെ കണ്ടിട്ട് കാണുന്ന കാഴ്ചയിൽ എന്തെങ്കിലും കുറ്റം കുറവും അതിന് കണ്ടെത്താൻ പറ്റുമോ അത് ഇവർ ചെയ്യൂ. അല്ലാണ്ട് ജനങ്ങൾക്ക് ഒരു സേവനം ചെയ്യില്ല. എന്നാൽ ഇവിടുത്തെ മുസ്ലിം സമൂഹം അങ്ങനെയല്ല കേട്ടോ. അവരവരെ കയ്യിലുണ്ടെങ്കിൽ മറ്റൊരാൾക്ക് കൊടുക്കേണ്ട സാഹചര്യത്തിൽ അവർ കൊടുക്കാൻ മടിക്കാത്തവരാണ്. അവന്റെ കയ്യിൽ 100 ഉണ്ടെങ്കിൽ 50 കൊടുക്കാൻ മടിക്കാത്തവനാണ്. അത് ഈ സമൂഹം പഠിച്ച ദാനധർമ്മത്തിന്റെ ഒരു വലിയൊരു ഭാഗമാണ്. ഇവിടുത്തെ മുസ്ലിം സമൂഹവും ക്രൈസ്തവ സമൂഹവും ഇവിടെ ചെയ്യുന്ന ചാരിറ്റി സേവന പ്രവർത്തനം പോലെ മറ്റൊരാളും ചെയ്യുന്നില്ല. ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടിയിട്ട്, ഈ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് പടപൊരുതി മരിച്ച മലബാറിലെ മാപ്പണ മക്കള്, അവരെ പോലും രാജ്യദ്രോഹികളാക്കുന്ന വാര്യകുന്നത്തിനെ പോലെയുള്ള, ടിപ്പു സുൽത്താനെ പോലെയുള്ള ആളുകൾക്ക് രാജ്യദ്രോഹ പട്ടം നൽകുന്ന ഇവർ ആരാധിക്കുന്ന സവർക്കർ ഈ രാജ്യത്തിന്റെ പോരാട്ടത്തിന് വേണ്ടിയിട്ട് മാപ്പെഴുതി കൊടുത്തവനാ. അവരൊക്കെ രാജ്യത്തിന് വേണ്ടിയിട്ട് രക്തം ചിന്തി മരിച്ചപ്പോൾ ബ്രിട്ടീഷുകാർക്ക് മാപ്പെഴുതി കൊടുത്തവൻ ഇവൻക്കൊക്കെ പുണ്യാത്മാവാ. എടോ, ടിപ്പു സുൽത്താനെയും ഈ പറയുന്ന വാര്യകുന്നത്തിന്റെയും ഈ പറയുന്ന ഈ രാജ്യത്തിന് വേണ്ടി പോരാടി മരണപ്പെട്ടു പോയ പൂർവികരുടെ പിൻഗാമികൾ ഇപ്പോഴും ഈ രാജ്യത്തിന് വേണ്ടിയിട്ട്, ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് സാമൂഹ്യ പ്രവർത്തനങ്ങൾ, സേവന പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ നിങ്ങൾ അവർ തുപ്പിയതും അവർ കാഷിച്ചതും അവർ തിന്നുന്നതും അവർ നടത്തുന്ന സ്ഥാപനങ്ങളും എങ്ങനെയെങ്കിലും നശിപ്പിക്കാനും പൂട്ടിക്കാനും വർഗീയപരമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാനും നിങ്ങളുടെ ബുദ്ധിയും നിങ്ങളുടെ ഊർജ്ജവും നിങ്ങളുടെ സമയവും ചെലവഴിക്കുമ്പോൾ ഇവിടുത്തെ കേരളത്തിലെ മുസ്ലിം രാഷ്ട്രീയ സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും ഈ രാജ്യത്ത് വേദനിക്കുന്ന ജനങ്ങളുടെ കൂടെ അവരുടെ വേദന കണ്ട് മനസ്സിലാക്കിയിട്ട് അവരുടെ കണ്ണീരൊപ്പാൻ, അവർക്ക് രക്ഷകരാകാൻ വേണ്ടിയിട്ട് അവരുടെ വിലപ്പെട്ട സമയവും അവരുടെ സംഘടനാ സംവിധാനങ്ങൾ ഉപയോഗിക്കുമ്പോൾ നിങ്ങളെ പോലുള്ള തെമ്മാടികൾക്ക് ഇനി അങ്ങോട്ടും ഇതേപോലെയുള്ള വർഗീയത പറഞ്ഞ് മാത്രമേ സമയം കണ്ടെത്താൻ പറ്റൂ. പക്ഷേ ഇതൊക്കെ മനസ്സിലാക്കുന്ന ജനങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളെപ്പോലുള്ള വർഗീയവാദികൾക്ക് ഈ മണ്ണിൽ ഇടമില്ലാത്തതും. ഇനിയും നിങ്ങളെപ്പോലുള്ള വർഗീയവാദികളെ ഈ പറയുന്ന ജനങ്ങൾ തിരിച്ചറിഞ്ഞ് ചെരുപ്പ് കൊണ്ട് നിങ്ങളെ കാട്ടി ഓടിക്കുന്ന കാലം വരട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്താണ്.